ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സർവശക്തനായ ദൈവം ഒരിക്കൽ കൂടെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളുടെ ശക്തിയും, പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ അഭിഷേകം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ വചനം, തിരുവചനം എന്ന ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ ദിവ്യ സ്നേഹാഗ്നി ജ്വലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കുർബാന നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവിക്കാനുള്ള വലിയ ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കാനാണ് ഈശോ എന്നെ പ്രേരിപ്പിക്കുന്നത്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ മാർട്ടിൻ്റെ ജീവിതമാണ്. ഈ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ മാർട്ടിൻ മാമോദിസ സ്വീകരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരിക്കലിങ്ങനെ കുതിരപ്പുറത്ത് പോകുമ്പോൾ നല്ല തണുപ്പുള്ള ഒരു കാലഘട്ടം അദ്ദേഹം ഒരു ദരിദ്രനെ കണ്ടുമുട്ടുകയാണ്. ഭിക്ഷയാചിച്ചു കൊണ്ടുപോകുന്ന പ്രായമായ ഒരു വൃദ്ധനെ. അപ്പോൾ കുതിരപ്പുറത്ത് പെട്ടെന്ന് എന്തോ ഒന്നാൽ ആകർഷിക്കപ്പെട്ടതുപോലെ അദ്ദേഹം അവിടെ നിന്നു. പോക്കറ്റൊക്കെ തപ്പി നോക്കിയപ്പോൾ ഭിക്ഷ കൊടുക്കാനായിട്ടൊന്നുമില്ല. ഈ വൃദ്ധനിങ്ങനെ തണുത്ത് വിറച്ചും മരിക്കാൻ പോകുന്നത് പോലുള്ള ഒരവസ്ഥ. കുറച്ചു നേരം ചുറ്റുപാട് നോക്കി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. അവസാനം ആരും ചെയ്യുന്നില്ല എന്ന് കണ്ട് നേരെ ഈ മാർട്ടിൻ ചാടി കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങി തൻ്റെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് താൻ ഉപയോഗിക്കുന്ന വസ്ത്രം 2ആയിട്ട് കീറി അതിൽ ഒരു ഭാഗം ഈ പ്രായമായ വൃദ്ധനെ അദ്ദേഹത്തിൻ്റെ തണുപ്പ് അകറ്റാൻ വേണ്ടി പുതപ്പിക്കുകയും തൻ്റെ കരങ്ങൾ കൊണ്ട് ആ വൃദ്ധനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള അടുത്ത ദിവസം മാമോദിസ സ്വീകരിക്കുന്നതിന് മുൻപ് വലിയ തീഷ്ണമതിയായിരുന്നു വിശുദ്ധ മാർട്ടിൻ. വിശുദ്ധ മാർട്ടിൻ അന്ന് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന സമയത്ത് വലിയ ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇതാ താൻ നൽകിയ ആ പുതപ്പിൻ്റെ പകുതി കഷ്ണം പുതച്ചുകൊണ്ട് കർത്താവായ ഈശോയെ അദ്ദേഹം പരിശുദ്ധ കുർബാനയിൽ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് മനസ്സിലായത് തങ്ങളോടൊപ്പം വസിക്കാൻ വന്ന ദൈവം ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളുമെല്ലാം സ്വയം ഏറ്റെടുക്കുന്നൊരു ദൈവത്തെ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. കൂടെ വസിക്കാനായിട്ട്, ദൈവത്തിനോട് കൂടെ വസിക്കാൻ, ഇപ്പം നമ്മൾ തീഷ്ണതയോടെ ദൈവത്തിനോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവത്തെയാണ് ശരിക്കും നമുക്ക് പരിശുദ്ധ കുർബാനയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യൻ്റെ കൂടെ വസിക്കാനായിട്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പത്തെയാണ് പരിശുദ്ധ കുർബാനയിൽ നാം ദർശിക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ ശക്തിയും അതിൻ്റെ കൃപയും നമ്മൾ അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കേണ്ട രഹസ്യമാണ്. നമ്മൾ വലിയ കർത്താവ്, ആ പരിശുദ്ധ കുർബാനയിലുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തി, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, അവ അറിഞ്ഞുകൊണ്ട് ആണ് ഓരോ ക്രിസ്ത്യാനിയും പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കേണ്ടതും പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കേണ്ടതും. ഈ ഭൂമിയിൽ വിശുദ്ധ കുർബാനയോളം വിലപ്പെട്ടതായിട്ട് വേറെ ഒന്നുമില്ല എന്ന് കത്തോലിക്കാ സഭ പഠിപ്പിക്കുക. ഇതിനേക്കാൾ വലിയ കൂദാശയില്ല, ഇതിനേക്കാൾ വലിയ രോഗശാന്തി പ്രാർത്ഥനയില്ല, പരിശുദ്ധ കുർബാനയേക്കാൾ വലിയ വിടുതൽ പ്രാർത്ഥനയുമില്ല. അപ്പം കത്തോലിക്കാ സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ കുർബാനയിൽ എന്താണ് നടക്കുന്നത്? പിതാവായ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ, ഏറ്റവും പ്രീതികരമായ രീതിയിൽ തൻ്റെ പുത്രൻ തന്നെ ബലി കൊടുക്കുകയാണ്. അതായത് ഗാഗുൽത്താ മലയിൽ കുരിശു തൂങ്ങി മരിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ കുരിശുമരണവും തൻ്റെ ശരീരം നമുക്കായി പങ്കുവെച്ചതിൻ്റെ പുനരാവിഷ്കാരവുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അൾത്താരകളിൽ ഓരോ ദിവസം നടക്കുന്നത്.
അപ്പോൾ ഗാഗുൽത്ത മലയിൽ നടന്ന അതേ ബലിയുടെ പുനരാവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അൾത്താരയിൽ വൈദികൻ അപ്പമെടുത്തുയർത്തി ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിനെന്ന് പറയുമ്പോൾ ആ ശരീരം നമുക്ക് വേണ്ടി കൊത്തിപ്പറിച്ച് നൽകപ്പെട്ട ആ ശരീരവും രക്തവുമാണ് ലോകത്തിന് വേണ്ടി നൽകപ്പെടുന്നത്. ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള വേറെ ഒന്നും നമുക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിക്കാനില്ല. അതുകൊണ്ടാണ് എവപ്രസ്യാമ ഓരോ തവണയും പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ 2 കരങ്ങൾ തൻ്റെ നെഞ്ചത്ത് പിടിച്ചു പറയും, തനിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നിധി വേറെ ഒന്നും വേണ്ടായിരുന്നു, ആ ഏറ്റവും വലിയ നിധി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന എവപ്രസ്യാമ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന വിശുദ്ധയാണ്. അപ്പോൾ അത്രമാത്രം പരിശുദ്ധ കുർബാനയോടുള്ള തീക്ഷ്ണമായ സ്നേഹമാണ് ആ സിസ്റ്ററിനെ ഇന്ന് വിശുദ്ധ പദവി അലങ്കരിക്കാനായിട്ട് കാരണമാക്കി തീർത്തത്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരെയും നമ്മുടെ വിശ്വാസത്തിനെല്ലാം വളരെയധികം ശക്തി പകരുന്ന വിശുദ്ധിയാണല്ലോ ജോവാന ഓഫ് ആർക്ക്. ഈ ജോവാന ഓഫ് ആർക്ക് വിശ്വാസത്തിന് വേണ്ടി അവളെ ജീവനോടെ ചുട്ടുകൊല്ലുവാൻ വേണ്ടി ഇംഗ്ലീഷ് പട്ടാളക്കാർ വിധി എഴുതിയപ്പോൾ ഏറ്റവും അവസാനം ആ മരണക്കിടക്കയിൽ കിടക്കുന്നതിന് മുൻപ് അവൾ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, എനിക്ക് പരിശുദ്ധ കുർബാന തരണം. അപ്പോൾ ജഡ്ജി വിധി എഴുതി അവൾക്ക് രഹസ്യമായിട്ട് പരിശുദ്ധ കുർബാന കൊടുക്കാൻ. പക്ഷേ അവൾക്ക് പരിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് വന്ന വൈദികൻ ശരിക്കും ആഘോഷമായിട്ട് അവൾക്ക് പരിശുദ്ധ കുർബാന കൊടുക്കാൻ. പരിശുദ്ധ കുർബാന സ്വീകരിച്ചതോടുകൂടി അവൾക്ക് അനുഭവിച്ച സന്തോഷമെന്ന് പറയുന്നത് അവളുടെ മുഴുവൻ പാപങ്ങളും ഇല്ലാതാകുകയും അവളുടെ ശരീരം പരിശുദ്ധ കുർബാനയുമായി ഒന്നായി തീരുകയാണ്. അതായത് പരിശുദ്ധ കുർബാനയിലേക്ക് ലയിക്കപ്പെടുകയാണ്. അതോടെ അവളുടെ ഭയം പൂർണ്ണമായിട്ട് മാറുകയാണ്. മരണത്തോടുള്ള ഭയം, വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം. അപ്പോൾ ഈ വലിയ കൃപകളാൽ പരിശുദ്ധ കുർബാന ജോവാന ഓഫ് ആർക്കിനെ ശക്തിപ്പെടുത്തിയതായിട്ട് അവളുടെ ജീവിത ചരിത്രത്തിലൂടെ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഭാവമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. ഈ ദൈവം എന്തുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മളെ രക്ഷിക്കുന്നത് ഏത് മേഖലകളിൽ നിന്നാണ്? നമ്മുടെ മരണത്തിൽ നിന്ന്, നമ്മുടെ ശാപത്തിൽ നിന്ന്, നമ്മുടെ രോഗങ്ങളിൽ നിന്ന്. അപ്പോൾ പരിശുദ്ധ കുർബാന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദിവ്യ ഔഷധമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുന്നവർക്ക് സൗഖ്യം കിട്ടുന്നത്. ഞാനൊരു അനുഭവം പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒരിക്കലും ഒരു സഹോദരി വന്ന് പറഞ്ഞ സാക്ഷ്യമാണ്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് മാത്രമല്ല, ആയിരങ്ങളുടെ മുൻപിൽ വെച്ച് സാക്ഷ്യം പറഞ്ഞ ഒരു കാര്യമാണ് അച്ഛനിവിടെ പങ്കുവയ്ക്കുന്നത്. ഇതൊരു അക്രൈസ്തവ സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ്. ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണോ, അവർക്ക് വല്ലാത്ത വയറുവേദനയാണ്. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത വയറുവേദന. സാധിക്കാവുന്ന ഹോസ്പിറ്റലുകളിലെല്ലാം പോയി പരിശോധന നടത്തി. അവർ യേശുവിനെ കുറിച്ച് അറിയാത്തൊരു സഹോദരിയാണ്. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ പള്ളിയിൽ പോയിട്ടില്ല. ഒരിക്കൽ അവളുടെ മകള് അവരോട് വന്ന് പറഞ്ഞു, അമ്മേ നമുക്കൊരു ഡോക്ടറിനെ കാണാൻ പോയാലോ? അപ്പോൾ ഈ അമ്മ പറഞ്ഞു, എൻ്റെ മോളെ എല്ലാ ഡോക്ടർമാരെയും കണ്ട് ഞാൻ മടുത്തിരിക്കുന്നു. ഇത് 10-20 വർഷത്തോളമായിട്ടുള്ള വേദനയാണ്. ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ പോലും അവരെ തളർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മകൾ പറഞ്ഞു, അമ്മേ നമുക്കൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാം. അങ്ങനെ ഈ അമ്മയും കൂട്ടിക്കൊണ്ട് നേരെ പള്ളിയിലേക്ക് വരികയാണ്. പള്ളിയുടെ അടുത്തേക്ക് കടന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, മോളെ ഇത് പള്ളിയല്ലേ, ഈ പള്ളിയിൽ എവിടെയാണ് ഡോക്ടർ ഇരിക്കുന്നത്? അപ്പോൾ ആ മകൾ പറഞ്ഞു, അമ്മ ഇവിടെ ഒരു ഡോക്ടറുണ്ട്, നമുക്ക് ആ ഡോക്ടറിനെ പോയി കാണാം. അങ്ങനെ ഈ മകള് അമ്മയുമായിട്ട് പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അവിടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള വലിയ ആരാധന നടക്കുകയാണ്. ആരാധനയുടെ സമയത്ത് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, ഏറ്റവും വലിയ ഡോക്ടറായ ഈശോ അനേകം പേർക്ക് സൗഖ്യം കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് പള്ളിയിൽ വന്ന സഹോദരി, ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന കാണുന്ന സഹോദരി, ഈ സഹോദരി പറയാണ്, ഞാൻ എന്തോ ഒന്ന് ആ വെള്ള രൂപത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അത് അപ്പമാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഡോക്ടറായ യേശുവേ എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ഞാൻ അവരോടൊപ്പം വിളിച്ചു പറഞ്ഞു, ഏറ്റവും വലിയ ഡോക്ടറായ യേശുവേ. പിന്നീട് എൻ്റെ അനുഭവം ഇങ്ങനെയാണ്, ആ പരിശുദ്ധ കുർബാനയിൽ നിന്ന്
ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയിൽ വരുന്നത്, ആദ്യമായിട്ടാണ് പരിശുദ്ധ കുർബാന കാണുന്നത്, എന്നാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു ശക്തി എന്നിലേക്ക് ആവഹിക്കുകയും അവരുടെ ഭാഷ ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നിങ്ങളുടെ ഈശോ അന്ന് എന്നെ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായിട്ട് ഈശോയുടെ മുൻപിൽ വന്ന് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വന്നപ്പോൾ അവർക്ക് സൗഖ്യം കിട്ടിയത് ആയിരങ്ങളുടെ മുൻപിൽ അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതാ നോക്കിക്കേ, മരണാവസ്ഥയിൽ കിടന്നിരുന്ന ഒരു വ്യക്തിയെ പോലും ജീവൻ കൊടുക്കുന്ന കർത്താവിനെയാണ് നാം കണ്ടുമുട്ടുന്നത്. അപ്പം ജീവൻ്റെ അപ്പമായ പരിശുദ്ധ കുർബാനയാണ് യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം. കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. ചെകിടന് കേൾവിശക്തി, കുരുടന് കാഴ്ചശക്തി, തളർവാദ രോഗികളെ സുഖപ്പെടുത്തുന്നു, പാപികളെ മാനസാന്തരപ്പെടുത്തുന്നു, അപ്പം വർദ്ധിപ്പിക്കുന്നു, കടലിന് മീതെ നടക്കുന്നു. പക്ഷേ കർത്താവായി ഈശോ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ രൂപത്തിൽ ജീവിക്കുന്ന ദൈവമായിട്ട് മനുഷ്യരുടെ ഇടയിൽ എഴുന്നള്ളി വരിക എന്നതാണ്. ഈ പരിശുദ്ധ കുർബാനയാണ് മറ്റെല്ലാ അത്ഭുതങ്ങളുടെ ഉറവിടം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പാവപ്പെട്ട അക്രൈസ്തവ സഹോദരിക്ക് ലഭിച്ച ആ അത്ഭുതം എന്ന് പറയുന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ ഓരോരുത്തരെയും തീക്ഷ്ണമായ അടിയുറച്ച വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാനയെ ഉറ്റുനോക്കുന്ന എല്ലാവർക്കും ആത്മീയമായ ബലം കിട്ടുന്നു, മാനസാന്തരം ലഭിക്കുന്നു, ശാരീരികമായ സൗഖ്യം ലഭിക്കുന്നു, ഞാൻ വിശുദ്ധിയോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ലഭിക്കുന്നു, വചനത്തോടുള്ള ദാഹം ലഭിക്കുന്നു, ഈ ലോകത്തിനെ സ്നേഹിക്കാനുള്ള കഴിവ് കിട്ടുന്നു, പ്രകൃതിയെ സ്നേഹിക്കാനുള്ള കഴിവ് കിട്ടുന്നു. അതാണ് പരിശുദ്ധ കുർബാനയിലൂടെ കഴിഞ്ഞ 2000 വർഷങ്ങളായി സഭയുടെ കേന്ദ്രബിന്ദുവായ പരിശുദ്ധ കുർബാനയിലൂടെ അത്ഭുതങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയാണ് മറ്റെല്ലാ അത്ഭുതങ്ങളുടെ ഉറവിടം. പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ജീവജലത്തിൻ്റെ ആ ഉറവ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഒരാൾ പോലും നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ലോകത്തിന് നിത്യജീവൻ നൽകാൻ യേശു അപ്പമായിട്ട് നമ്മുടെ മുൻപിൽ വന്ന അത്ഭുതമാണ് പരിശുദ്ധ കുർബാനയിൽ നാം കാണുന്നത്. അതായത് ഒരു മനുഷ്യൻ പോലും നശിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനായിട്ട് മനുഷ്യരുടെ ഇടയിലേക്ക് മരണത്തെ തോൽപ്പിക്കാൻ, ആ ബന്ധനങ്ങളെ തോൽപ്പിക്കാൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പരിശുദ്ധ കുർബാനയിൽ നാം കണ്ടുമുട്ടുന്നത്. ഈ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. വലിയ തകർച്ചയിൽ നിന്നാണ് നാം രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, അല്ലയോ മരണമേ, നിന്റെ വിജയകുടീരം എവിടെ? ഇനി നമുക്ക് മരണത്തെ ഭയമില്ല. കാരണം കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നും ജീവിക്കുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാം വാക്യം യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുകയില്ല. അപ്പോൾ നമുക്ക് തെളിച്ചമുണ്ടാകണമെങ്കിൽ, ജീവൻ ഉണ്ടാകണമെങ്കിൽ അത് ഈ ലോകം നൽകുന്ന ജീവനല്ല, ഈ ലോകം നൽകുന്ന തെളിച്ചമല്ല, സ്വർഗം നൽകുന്ന തെളിച്ചം, സ്വർഗം നൽകുന്ന ജീവൻ, അതാണ് എന്നും നിലനിൽക്കുകയുള്ളൂ. ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോകും. ബാക്കി നമ്മളൊക്കെ വെട്ടിപ്പിടിക്കുന്നതെല്ലാം ഏച്ചുകെട്ടുന്നതാണ്. അതെപ്പോൾ വേണമെങ്കിലും കൊഴിഞ്ഞു പോകാം. എന്നാൽ എന്നും നിലനിൽക്കുന്ന നിത്യമായ പ്രകാശം നമുക്കുണ്ടാകണമെങ്കിൽ വചനം പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ഭക്ഷിക്കുകയും അവൻ്റെ രക്തം, ആ ശരീരം ഭക്ഷിക്കുകയും ആ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ജീവൻ ഉണ്ടാകില്ല. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, അത് ലഭിക്കാൻ ഭാഗ്യമില്ലാത്തവർ, ഒന്ന് അവരെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് നമുക്ക് ഈ ഭാഗ്യമുണ്ടായിട്ടും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള കൃപ നമുക്ക് ലഭിച്ചിട്ടും നല്ല ഒരുക്കത്തോടു കൂടിയാണോ, ഈ ബോധ്യത്തോടു കൂടിയാണോ പരിശുദ്ധ കുർബാന നാം സ്വീകരിക്കുന്നത്, നാം ദേവാലയങ്ങളിലേക്ക് പോകുന്നത്? വിശുദ്ധ ഡൊമിനിക് സാവിയോ പരിശുദ്ധ കുർബാനയോട് തീക്ഷ്ണമായ സ്നേഹമുള്ളവനായിരുന്നു. വിശുദ്ധ ഡൊമിനിക് സാവിയോ എപ്പോഴെല്ലാം ദേവാലയത്തിനടുത്തുകൂടെ പോകുമ്പോൾ ആ കുഞ്ഞുകുട്ടി മുട്ടുകൂത്തി നിന്ന് പരിശുദ്ധ കുർബാനയെ ആരാധിക്കുമായിരുന്നത്രേ. അതുകൊണ്ടാണ് ദൈവം ആ കുഞ്ഞിനെ വിശുദ്ധനാക്കി മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളും വിശുദ്ധരായിട്ട് ജീവിക്കണ്ടേ? എന്തുമാത്രം തിന്മകളിലാണ് നമ്മുടെ മക്കളൊക്കെ പെടുന്നത്. അപ്പോൾ വിശുദ്ധിയുടെ കുറവാണ്
തിന്മ അവരിലേക്ക് കടന്നു വരാൻ. നമ്മുടെ മക്കൾക്ക് വിശുദ്ധി ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കുഞ്ഞുനാളിലെ മുതൽ പരിശുദ്ധ കുർബാനയോടുള്ള വലിയ ഭക്തി നമ്മുടെ മക്കളിൽ ജനിപ്പിക്കണം. അപ്പോൾ അതിന് നാം ഉപദേശം കൊണ്ടല്ല, നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട്. കുഞ്ഞുങ്ങൾ കാണട്ടെ നാം പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നത്. കുഞ്ഞുങ്ങൾ കാണട്ടെ ഭക്തിയോടുകൂടി. നമ്മുടെ പണ്ട് കാർന്നന്മാരൊക്കെ എരിവോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുന്നത് പോലെ അത്രമാത്രം തീഷ്ണതയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി പരിശുദ്ധ കുർബാന നാം സ്വീകരിക്കുന്നത് കാണുമ്പോൾ ആ വിശ്വാസമാണ് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. യോഹന്നാൻ കുട്ടി എന്ന കരിസ്മാറ്റിക്കുകാരൻ തൻ്റെ നിത്യജീവൻ്റെ അപ്പം എന്ന ചെറിയ പുസ്തകത്തിൽ അതിൻ്റെ പേജ് 15 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. വിശുദ്ധ കുർബാന നോക്കിക്കേ, ദൈവശാസ്ത്രം പഠിക്കാത്ത ഒരു സാധാരണക്കാരനായ ഒരു കരിസ്മാറ്റിക്കുകാരൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് യോഹന്നാൻ കുട്ടി. വിശുദ്ധ കുർബാനയെക്കുറിച്ച്, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നാം എത്ര പഠിച്ചാലും എത്ര പഠിപ്പിച്ചാലും എത്ര എഴുതിയാലും മതിയാകില്ല. കാരണം ഈ അപ്പം ഭൂമിയിൽ നിന്നുള്ളതല്ല, സ്വർഗത്തിൽ നിന്ന് വന്ന് നമ്മുടെ ഇടയിൽ വസിച്ചതാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് എത്ര എഴുതിയാലും എത്ര പഠിച്ചാലും എത്ര വിശദീകരിക്കാനായാലും അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതിൻ്റെ ശക്തി. കാരണം അത് സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാണ്, നിത്യജീവൻ നൽകുന്ന ജീവൻ്റെ അപ്പമാണ്. നമ്മുടെ തെറ്റുകളും നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ പാപങ്ങളും പരിഗണിക്കാതെ നമ്മെ അത്യധികം സ്നേഹിച്ച നിത്യജീവനിലേക്ക് നയിക്കുന്ന ദൈവസ്നേഹമാണ് ഈ അപ്പം. അതായത് നമ്മുടെ ഈ പരിശുദ്ധ കുർബാനയുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താ? നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും നമ്മുടെ മേലുള്ള ശാപങ്ങളും നമ്മുടെ മേലുള്ള രോഗങ്ങളും എല്ലാം എടുത്തു മാറ്റപ്പെടുകയും അത് നമുക്ക് നിത്യജീവൻ ലഭിക്കുകയും ഈ നിത്യജീവൻ ലഭിക്കാൻ ദൈവസ്നേഹം നമ്മളിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ രൂപാന്തരപ്പെടുത്തും, ദൈവത്തിൻ്റെ മകനും മകളുമാക്കി മാറ്റും. ആ ഒരു കൃപയാണ് പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധ ബെനഡിക്റ്റ് പാപ്പ അദ്ദേഹം ദിവ്യകാരുണ്യത്തെക്കുറിച്ച് സ്നേഹത്തിൻ്റെ കൂദാശ എന്നാണ് കുർബാനയെ വിളിക്കുന്നത്. അദ്ദേഹം എഴുതിയ അപ്പോസ്തലിക പ്രബോധനമാണല്ലോ സാക്രമെന്തും കാരിത്താത്തീസ്. ആ പ്രബോധനത്തിലൂടെ പരിശുദ്ധ കുർബാനയെ വിളിക്കുന്നത് വേറൊന്നുമല്ല, ഇത് സ്നേഹത്തിൻ്റെ കൂദാശയാണ്. പരിശുദ്ധ കുർബാന പിതാവായ ദൈവത്തിന് മാനവകുലത്തോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈ പ്രബോധനത്തിൽ ബെനഡിക്റ്റ് പാപ്പ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: സ്നേഹത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുർബാന, അതിലൂടെ യേശു തന്നെ ലോകത്തിന് കൊടുക്കുകയാണ്. യേശു തന്നെ ലോകത്തിന് കൊടുക്കുന്നത് ഈ പരിശുദ്ധ കുർബാനയിലൂടെ തന്നെ ലോകത്തിന് കൊടുക്കുന്നുവെന്ന് സാക്രമെന്തും കാരിത്താത്തീസ് എന്ന അപ്പോസ്തലിക പ്രബോധനത്തിലൂടെ, അത് ബെനഡിക്റ്റ് പാപ്പയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു അപ്പോസ്തലിക പ്രബോധനമാണ്. അപ്പോൾ അതിലൂടെ കർത്താവ് അപ്പത്തിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവായ ഈശോ ലോകത്തിന് തന്നെ സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്ന അനുഭവമാണ്. ഈ സ്നേഹത്തെക്കുറിച്ച് ബെനഡിക്റ്റ് പാപ്പ എഴുതിയ ആദ്യത്തെ ചാക്രിക ലേഖനം. അപ്പോൾ പരിശുദ്ധ കുർബാനയെ സ്നേഹമെന്ന് വിളിച്ച ബെനഡിക്റ്റ് പാപ്പ, ഈ ബെനഡിക്റ്റ് പാപ്പ എഴുതിയ തൻ്റെ പാപ്പയാതിന് ശേഷം എഴുതിയ ആദ്യത്തെ ചാക്രിക ലേഖനമാണ് ദൈവോസ് കാരിത്താസ് എസ്റ്റ്, ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ചാക്രിക ലേഖനമാണ്. അതിലിപ്രകാരം എഴുതിയിരിക്കുകയാണ്: ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് പരിശുദ്ധ കുർബാന. ദൈവസ്നേഹത്തിൻ്റെ ദൈവോസ് കാരിത്താസ് എസ്റ്റ് എന്ന ആ ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് പരിശുദ്ധ കുർബാന. 1 തിമോത്തി 1:1 ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ആ ക്രിസ്തുവിലാണ് നമ്മുടെ പ്രത്യാശ. അപ്പം ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് പരിശുദ്ധ കുർബാന എങ്കിൽ, അവിടെ ക്രിസ്തുവാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതെങ്കിൽ, വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുകയാണ് 1 തിമോത്തി 1:1, ആ ക്രിസ്തുവിലാണ് ലോകത്തിൻ്റെ പ്രത്യാശ. അപ്പോൾ ഈ ലോകം മുഴുവൻ ആകർഷിക്കപ്പെടേണ്ടത്, സകല തലമുറകളും ആകർഷിക്കപ്പെടേണ്ടത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് ഓരോ കത്തോലിക്കരുടെയും ഓരോ ക്രിസ്ത്യാനിയുടെയും ഹൃദയം.
അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നാം പണിതുയർത്തിയാൽ മാത്രമാണ് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിച്ചു എന്ന് വരികയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത് പകലിന് യോജിച്ച വിധം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ. പകലിന് യോജിച്ച വിധം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വലിയ ശക്തി നമ്മളുടെ മേലുണ്ടാകണം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മാഭിഷേകം ഉണ്ടാകണം. നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗമാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ ആ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അഭിഷേകം ലഭിക്കാത്തവർക്ക് ഒരിക്കലും പകലിന് യോജിച്ച വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ അല്ലെങ്കിൽ നാം പാപത്തിനും മറ്റു പലവിധ തിന്മകൾക്കും അടിമപ്പെട്ടു പോകും. ഈ പാപവും തിന്മകളുമെല്ലാം ഉപേക്ഷിച്ച് ദൈവമക്കളായിട്ട് ജീവിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിരിക്കണം. പ്രധാനമായിട്ട് നമുക്കുണ്ടാകേണ്ടത് പരിശുദ്ധ കുർബാനയോടുള്ള ദാഹമാണ്. നമ്മുടെ കാർന്നന്മാർക്കൊക്കെ ഉണ്ടായിരുന്നത് ആ ഒരു ദാഹമാണ്. അതുകൊണ്ടാണ് ദിവസങ്ങളിൽ പോലും 4, 5, 8 കിലോമീറ്ററുകളൊക്കെ നടന്ന് യാത്ര ചെയ്ത് പള്ളിയിൽ വന്ന് അനുദിന ബലിയിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇന്ന് അനുദിന ബലിയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾ എത്രമാത്രമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അവരുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പരിശുദ്ധ കുർബാനയെ നാം ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു തിന്മയും നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരില്ല. ഒരിക്കൽ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ അവിടുത്തെ ഡയറക്ടറായ കൊച്ചു മാത്യു അച്ഛൻ എന്നോട് ചോദിച്ചു, അച്ഛനിങ്ങനെ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ അച്ഛൻ്റെ ബലം എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ അച്ഛൻ്റെ മേൽ വരാറുണ്ടോ എന്നൊരു ചോദ്യം എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, എൻ്റെ ശുശ്രൂഷകൾ ഒരുമാതിരി നന്നായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് പലവിധ ബുദ്ധിമുട്ടുകളുണ്ടായി. അതായത് ഒരുപാട് ശത്രുതകളുണ്ടായി, പല വിധത്തിലുള്ള എന്തൊക്കെയോ ബന്ധനങ്ങൾ വരുന്നത് പോലുള്ളൊരു അനുഭവം എനിക്കുണ്ടായി. അപ്പോഴെനിക്കൊരു ഉൾപ്രേരണ കിട്ടി പള്ളിയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കാൻ. എനിക്കിന്ന് ഈ വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നത് അത് അന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ കൊച്ചു മാത്യു അച്ഛനോടും പറയുകയുണ്ടായി, എന്ന് എൻ്റെ പള്ളിയിൽ രാവിലെ 6:30 മണിക്കത്തെ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് വൈകുന്നേരം 7:30 മണി വരെ ആരാധനയ്ക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ ആ നിമിഷം മുതൽ എൻ്റെ പൗരോഹിത്യത്തെ, എൻ്റെ ശുശ്രൂഷകളെ ശല്യപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് കരുതിയ സകലവിധ തിന്മകളും ബന്ധിക്കപ്പെടുകയും സകലവിധ ശത്രുക്കളും തകർക്കപ്പെട്ടതായിട്ടുള്ള അനുഭവമാണ് എനിക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ ബലമാണ്. പരിശുദ്ധ കുർബാന നമ്മുടെ ശക്തിയാണ്. നമ്മുടെ മക്കളെ പരിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിൽ വളർത്തിയാൽ അവരൊരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. നമ്മുടെ കുടുംബത്തിൽ ഒരു തിന്മയും കടന്നു വരികയില്ല. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ ആ സകല വിശുദ്ധരും പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ ജീവിച്ചതുപോലെ, പ്രത്യേകിച്ച് എനിക്ക് പറയാൻ വേറൊരു സംഭവം ഓർക്കുന്നത് വിശുദ്ധ സിൽവസ്റ്ററിനെ കുറിച്ചാണ്. വിശുദ്ധ സിൽവസ്റ്റർ അദ്ദേഹം ഫബ്രിയാനോ എന്ന് പറയുന്ന സ്ഥലത്താണ് ജീവിച്ചിരുന്നത്. വലിയ മലമുകളിൽ ഒരു കൊടും വനത്തിൽ ഒറ്റയ്ക്ക് മഞ്ഞത്ത് ഇങ്ങനെ ധ്യാനിക്കുകയാണ്. അദ്ദേഹത്തിന് ചുറ്റും ചെന്നായ്ക്കൾ വന്നിരിക്കുക അദ്ദേഹത്തെ തിന്നാനായിട്ട്. അപ്പോൾ ഒരു വലിയ അനുഭവം വിശുദ്ധ സിൽവസ്റ്ററിനുണ്ടായി. പരിശുദ്ധ മറിയം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ കുർബാന കൊണ്ടുവന്ന് വിശുദ്ധ സിൽവസ്റ്ററിന് കൊടുക്കുന്നു. ഈ പരിശുദ്ധ കുർബാന വിശുദ്ധ സിൽവസ്റ്റർ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ സിൽവസ്റ്ററിനെ തകർക്കാൻ വേണ്ടി വന്ന ചെന്നായ്ക്കൾ ആട്ടിൻ കുഞ്ഞുങ്ങളെ പോലെ വിശുദ്ധ സിൽവസ്റ്ററിൻ്റെ ചുറ്റും ഇരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ 1200 വർഷം പഴക്കമുള്ള, ഏകദേശം ആ കാലഘട്ടത്തിന് പഴക്കമുള്ള ഒരു വലിയ ചിത്രം നമ്മുടെ വത്തിക്കാൻ മ്യൂസിയത്തിലുണ്ട്. വിശുദ്ധ സിൽവസ്റ്ററിന് പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ അതിനു ചുറ്റും ചെന്നായ്ക്കൾ കുഞ്ഞാടുകളെ പോലെ ഇരിക്കുന്നത്. അതായത് ഈ ചെന്നായ്ക്കൾ വന്നത് വിശുദ്ധ സിൽവസ്റ്ററിനെ തിന്നാനാണ്. പരിശുദ്ധ കുർബാന ലഭിച്ചപ്പോൾ അതിൻ്റെ ശക്തിയാൽ ശത്രുക്കൾ പോലും നമ്മുടെ മിത്രങ്ങളായി മാറുന്ന വലിയ അനുഭവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ പരിശുദ്ധ കുർബാനയുടെ മുന്നിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതിനേക്കാൾ വലിയ മന്ത്രം, പരിശുദ്ധ കുർബാനയോളം ശക്തമായ ഒരു മന്ത്രം, ഒരു മരുന്ന് സഭയ്ക്ക് വേറെ നൽകാനില്ല. അപ്പം നമ്മുടെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ശരി, പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുക.
നമുക്ക് വിശദീകരിക്കാനാവാത്ത വലിയൊരു ശക്തി, വലിയൊരു കൃപ നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുകയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. സർവശക്തനായ ദൈവം പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, ഈശോയുടെ തിരുശരീരത്തിൻ്റെ ശക്തിയാൽ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തിരുരക്തം കൊണ്ട് കഴുകപ്പെടട്ടെ. അതിലൂടെ സകലവിധ തിന്മകളും സകലവിധ ബന്ധനങ്ങളും അശുദ്ധ ശക്തികളും നമ്മുടെ കുടുംബങ്ങളെ വിട്ടുപോകട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.